അപ്പൊ മാർക്കൗണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ബ്ലഡ് ബാത്ത് കഴിഞ്ഞിട്ട് എത്തിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അമ്മാതിരിത്തെ പടം. ബ്ലഡ് ബാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ വെട്ടലും കുത്തലും ബ്ലഡ്, ഇതല്ലാതെ വേറെ പരിപാടി സിനിമയ്ക്കകത്തില്ല. സിനിമയിൽ വലിയ ഈ കഥയും ഈ പറയുന്ന എന്താണ് ഇമോഷൻസ്, കഥ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഒരു മലയാള പടം പോലെ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഒട്ടും പടം ഇഷ്ടപ്പെട്ടില്ല. പടം ഇത്രയേ ഉള്ളൂ, വയലൻസ് ആണ് പടം. എന്താ പറയുക, അടി ഇടി കുത്ത്, ഈ പറയുന്ന വയലൻസ് എന്ന് പറയുന്നത് മൊത്തം തുടക്കം മുതൽ അവസാനം വരെ അത് തന്നെയാണ് പ്രതീക്ഷിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ, അത് തന്നെയാണ് വിചാരിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. മലയാള സിനിമ നോക്കിക്കോ, ഇത് കഴിയുമ്പോഴേക്കും മാർക്കോയ്ക്ക് മുമ്പുള്ള ആക്ഷൻ പടങ്ങൾ, മാർക്കോയ്ക്ക് ശേഷമുള്ള ആക്ഷൻ പടങ്ങൾ എന്ന രീതിയിൽ പറയാൻ തുടങ്ങും. കാരണം ആ തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ് ആണ് മാർക്കോ നൽകിയിട്ടുള്ളത്. ഒരു മലയാള സിനിമ ഇതുവരെ കാണാത്ത, മലയാള സിനിമ ഇൻഡസ്ട്രി ഇതുവരെ അങ്ങനെ കൊണ്ടുവരാത്ത ഒരു തരം ആക്ഷൻ സീക്വൻസുകളാണ് ഈ ഒരു സിനിമയിൽ മൊത്തം ഉള്ളത്. അതിന്റെ ഒരു നേച്ചറേ എങ്ങനെയാണ്, അതിന്റെ കയറി കഴിയാൽ തന്നെ അതിന്റെ ഒരു നമുക്ക് ഉണ്ണിമുഖത്തിന് അതിനകത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ രംഗങ്ങൾ കാണുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് പോലും അടിക്കുന്ന തരത്തിലാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സംവിധായകൻ ഹനീഫ് ഖാൻ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയാ, ഒരു ഒരു ഐക്കൺ സിനിമയാണ്. തീർച്ചയായിട്ടും ഇത് മറ്റ് ഭാഷകളിലേക്ക് എത്തുന്ന സമയത്ത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഐക്കൺ സിനിമയാണ്. അപ്പോൾ അത് സമ്മാനിച്ച അനീഫയ്ക്ക് വളരെ വലിയ താങ്ക് യു. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഉണ്ണിമുകുന്ദൻ, അതുപോലെ തന്നെ ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതുപോലെ അവസാനം വരുന്ന കബീർ ദുഹാൻ സിംഗ്, അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരു പവർ പാക്ക് താരങ്ങളാണ് ഇതിനകത്ത് മുഴുവനുള്ളത്. നമ്മൾ നോർമലി ഹോളിവുഡ് മൂവീസ് ഒക്കെ കാണുന്നത് കൊണ്ടാണോ അതോ ഇതേപോലത്തുള്ള രംഗങ്ങൾ ഹോളിവുഡ് മൂവീസിൽ കണ്ടതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇത്തരത്തിലുള്ള വയലൻസ് രംഗങ്ങൾ കണ്ട സമയത്ത് നമുക്ക് വലിയ അയോജകമായിട്ടൊന്നും ഇല്ലെങ്കിൽ വളരെ എന്തോ ഒരു ഇതുപോലെ തോന്നുകയോ നമ്മൾ കണ്ണടച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരിക, അതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. വളരെ എന്താ പറയുക, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള വയലൻസ് സീക്വൻസുകൾ തന്നെയാണ് സിനിമയ്ക്കകത്ത് ഉള്ളത്. പിന്നെ ഇതിന്റെ മ്യൂസിക് തുടക്കം മുതൽ അവസാനം വരെ കയറി നിൽക്കുന്ന ഒരു സാധനമാണ്. നടന്റെ ഒപ്പം ഇല്ലെങ്കിൽ സിനിമയുടെ എല്ലാ ക്യാരക്ടേഴ്സ് വരുമ്പോഴും ഇല്ലെങ്കിൽ ഓരോ സീക്വൻസിലും കയറി നിൽക്കുന്ന ഒരു സാധനമാണ് ഇതിന്റെ ഒരു മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്തിട്ടുള്ള രവി ബസ്രൂരാണ് ചെയ്തിട്ടുള്ളത്. മാർക്കോയ്ക്ക് പറ്റിയ ആ ഒരു തീമിന് പറ്റിയ തരത്തിൽ മ്യൂസിക് ചെയ്ത് സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്താ പറയുക, ഒരു കന്നഡ ഇൻഡസ്ട്രിയിൽ ഇവിടെ വന്ന് നമ്മുടെ ഒരു സിനിമ അടിപൊളിയാക്കിയിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ടർ രവി ബസ്രൂർ. പിന്നെ അതിനകത്ത് സിനിമ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഉണ്ണിമുകുന്ദന്റെ ശരിക്ക് കരിയറിലെ ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് ആവാൻ പോകുന്ന സിനിമയായിരിക്കും ഇത്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത്ര നാളും നമ്മളെല്ലാം ഉണ്ണി എന്ന് വിളിച്ചുകൊണ്ട് കിടന്ന ഉണ്ണിമുകുന്ദൻ ഈ സിനിമയ്ക്ക് ശേഷം ഉണ്ണിയല്ല എന്നുള്ളത് ഫിലിം ഇൻഡസ്ട്രിയിൽ ആ തരത്തിലോട്ട് എസ്റ്റാബ്ലിഷ് ആവാൻ പോകുന്ന ഒരു സ്റ്റാറായിട്ട് മാറും ഉണ്ണിമുകുന്ദൻ. കാരണം ആ ഒരു തരത്തിലാണ് മാർക്കോയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എക്സാക്റ്റ് ആ ഒരു ക്യാരക്ടറിന് അനുസരിച്ചിട്ടുള്ള ബോഡി ലാംഗ്വേജും അതിനനുസരിച്ചുള്ള ഒരു ടോണും സംസാരവും ഒക്കെ മാറ്റിയിട്ടുണ്ട്. സാധാരണയായിട്ടുള്ള സംസാരിക്കുന്ന രീതിയൊന്നുമല്ല, നമ്മൾ കുറച്ച് അങ്ങനെ മസിലൊക്കെ പിടിച്ച് സംസാരിക്കുന്ന രീതിയൊക്കെയാണ്. അപ്പം ആ തരത്തിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ട് തീർച്ചയായിട്ടും മാർക്കോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള, മാർക്കോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അനുയോജ്യമായിട്ട് ഉണ്ണിമുകുന്ദൻ മാറിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് വളരെ വലുതാണ്. അത് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ജഗദീഷ് ഇതുവരെ ചെയ്തിട്ടുള്ള റോളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് ജഗദീഷ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെയധികം എന്താ പറയുന്നത്, വളരെ സൂപ്പറായിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് ആസ് യൂഷ്വൽ, നമുക്കറിയാം സിദ്ദിഖ് ഇങ്ങനത്തെ റോളൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ഇതിലും ആ ഒരു മികവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് പുതുമ, കഥയിൽ വലിയ പുതുമയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും പ്രതീക്ഷിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. സിനിമ എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ആക്ഷൻ പാക്ക്, ഒരു എനർജറ്റിക് ത്രില്ലർ മൂവി, ദാറ്റ്സ് ഇറ്റ്. ഒരു ബ്ലഡ് ബാത്തൊക്കെ കഴിഞ്ഞ് വരുന്നൊരു ഫീല് സിനിമ കഴിഞ്ഞ് വരുമ്പോൾ കിട്ടും. അപ്പോൾ മലയാള ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയായിട്ട് ഇറങ്ങാത്ത ഒരു പടമാണ് മാർക്കോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുവരെ ഈ തരത്തിലൊരു സിനിമ, ഇത്രയും ആക്ഷൻ സീക്വൻസുകൾ വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. ഇനി മേ ബി വരുമായിരിക്കും പുതിയ ചേഞ്ചുകൾ, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് പുതിയ സിനിമകൾ വരുമായിരിക്കും. പക്ഷെ ഇതുവരെ എന്തായാലും മലയാള ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. ഒരു ബ്ലഡ് ബാത്ത് തന്നെയാണ്, അത്ര തന്നെയാണ് സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. അടിപൊളി ആയിട്ട് നമുക്ക് എനർജറ്റിക് ആയിട്ട് കണ്ടിരിക്കാം. റിയൽ ബ്ലഡ് ബാത്ത്.